ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചൂണയും കൊണ്ടൊരു മീൻ പീരയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു 400 ഗ്രാം ചൂണ എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ സാധനങ്ങൾ: 2 ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കുടംപുളി, പിന്നെ അതിനുവേണ്ട ആവശ്യമായ തേങ്ങ. ഇനി നമുക്ക് ഈ ചൂണയിലെ ആ എണ്ണയെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് നമുക്കൊരു ചീനിച്ചട്ടി എടുത്ത് അതിലേക്ക് ചൂണ എല്ലാം ഇട്ട് കൊടുക്കാം. മീനില്ലാത്ത സമയത്ത് നല്ലൊരു മീൻ കഴിക്കണമെന്ന് തോന്നിയാൽ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പം ചൂണയെല്ലാം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. ചൂണ നമ്മുടെ ചൂരമീനില്ലേ, അത് തന്നെ ചൂരമീനും കൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം. ഇത് ടിൻഫിഷ് കിട്ടിയതായതുകൊണ്ട് നമ്മൾ മേടിച്ചുണ്ടാക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ചേർക്കാം. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർക്കാം. അതിനുശേഷം നമ്മുടെ തേങ്ങ ചിരകിയത്, കറിവേപ്പില, തേങ്ങ ചിരകിയത് ഇട്ട് കുടംപുളി ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നല്ലോണം നമ്മളൊന്ന് യോജിപ്പിക്കുക. കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മുള്ളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉലുവ പൊടിച്ചതോ മുഴുവന്, നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് വീണ്ടും നല്ലോണം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വീണ്ടും നല്ലോണം ഇളക്കുക. നമുക്കെന്നിട്ടിത് ഗ്യാസ് ഓണാക്കി അടുപ്പത്ത് വെക്കാം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നു. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വീണ്ടും നല്ലോണം ഇളക്കി ഇത് വേവുന്നിടം വരെ അടച്ചു വെച്ച് നല്ലോണം വേവിക്കുക. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചൂണ മീൻ പീര റെഡി ആയിരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. നല്ല ടേസ്റ്റാണ്. താങ്ക് യു ഫ്രണ്ട്സ്. ബൈ.